ഹല്ലേലൂയ. ഇന്ന് വൈകുന്നേരം ദൈവത്തിൽ നിന്നൊന്ന് പ്രാപിക്കുവാൻ, ഹല്ലേലൂയ, മനുഷ്യൻ്റെ വാക്കുകളല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകളൊന്ന് കേൾക്കുവാൻ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. വചനത്തിൽ പറയുന്ന പോലെ സൈന്യത്താലല്ല, ഹല്ലേലൂയ, ശക്തിയല്ലല്ല, എൻ്റെ ആത്മാവിനാലത്രേ. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് വൈകുന്നേരം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ലോർഡ്, വി വാണ്ട് ടു ഹിയർ ദ വോയിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, കർത്താവെ, ഇന്ന് വൈകുന്നേരം കർത്താവ് എൻ്റെ ജീവിതത്തിൽ കർത്താവെ ഒന്ന് സ്പർശിക്കുവാൻ, കർത്താവെ, അതിനുള്ള മുഖാന്തരം കർത്താവെ നീ ഒരുക്കണമേ. കർത്താവെ, ഒരു മനുഷ്യൻ്റെ വാക്കുകൾ കേൾക്കാനല്ല, ലോർഡ്, നോട്ട് ടു ഹിയർ ദ വോയിസ് ഓഫ് എ മാൻ, പക്ഷേ കർത്താവെ സാക്ഷാൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ബട്ട് ടു ഹിയർ ദ വോയിസ് ഓഫ് ഗാഡ്. കർത്താവെ, ഇന്ന് എൻ്റെ ഹൃദയം കർത്താവ് ഇന്ന് തുറക്കണമേ. കർത്താവെ, എൻ്റെ മനസ്സൊന്ന് തുറക്കാം. എല്ലാവർക്കും നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഒന്ന് ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി കർത്താവേ ഇവിടെ ഇറങ്ങട്ടെ. കർത്താവേ, ഇന്ന് കർത്താവേ ഇവിടെ ഒരു മാളിക മുറിയുടെ അന്തരീക്ഷം കർത്താവേ നീ റിലീസ് ചെയ്യണമേ. കർത്താവേ, ഇന്ന് കർത്താവേ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നീ അയക്കണമേ. വലിയൊരു ടേൺ അറൗണ്ട്, വലിയൊരു ടേൺ അറൗണ്ട്, വലിയൊരു മാറ്റം, വലിയൊരു തിരിവ് ഇന്ന് രാത്രി ദൈവം പറയുന്നു. God is prophesying the word turn around. Hallelujah. ചില മാറ്റങ്ങൾ നിന്റെ ജീവിതത്തിൽ ദൈവം അയക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ചില മാറ്റങ്ങൾ, ചില തിരിവുകൾ ഇന്ന് രാത്രി എത്രയോ പറയും, കർത്താവ് എനിക്കൊരു തിരിവ് ആവശ്യമുണ്ട്, എനിക്കൊരു ടേൺ അറൗണ്ട് ആവശ്യമുണ്ട്. ഓ ഓ സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാലത്രേ. ഇന്ന് രാത്രി ദൈവം ഒരു പ്രവചന വചനം റിലീസ് ചെയ്യുന്നു. ഇറ്റ് ഇസ് ടേൺ അറൗണ്ട്. ഒരു തിരിവ് നിന്റെ ജീവിതത്തിൽ ദൈവം നിയോഗിച്ച ഒരു തിരിവ് വരാൻ പോകുന്നു, ഒരു ടേൺ അറൗണ്ട് വരാൻ പോകുന്നു. ഓ റിഖാറബസെക്കരേ. ഓ യെസ് കർത്താവേ. ഹല്ലേലൂയ. ഓ ഇന്ന് രാത്രി കർത്താവ് ഞങ്ങളത് പ്രാപിക്കുന്നു വിശ്വാസത്താൽ. ആ ടേൺ അറൗണ്ട്, ആ ടേൺ അറൗണ്ട്, ഓ അത് സൈന്യത്താലല്ല, അത് ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാലത്രേ. വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഇന്ന് രാത്രി കർത്താവേ അങ്ങ് അയക്കുന്നതിനായി നന്ദി പറയുന്നു. ലോർഡ്, വി താങ്ക് യു ലോർഡ് ഫോർ യു ആർ സെൻഡിങ് എ ട്രാൻസ്ഫോർമേഷൻ ഇൻ അവർ ലൈഫ്സ്. ലോർഡ്, മൂവ് ഇൻ അവർ മിഡ്സ്റ്റ്. ലോർഡ്, പരിശുദ്ധാത്മാവേ നീ നമ്മുടെ മധ്യത്തിൽ കർത്താവേ നീ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. എല്ലാ മാനവും മൗത്ത് അങ്ങേക്ക്. ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. നമുക്കിന്ന് ഒരു വാക്യം വായിക്കാം. ഞാനത് വായിക്കാം. സോ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 10:10. ജോൺ ചാപ്റ്റർ 10 വേഴ്സസ് 10. ആർക്കെങ്കിലും മൈക്കുണ്ടോ? അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. ഹല്ലേലൂയ. John chapter 10 verses 10. ഇംഗ്ലീഷ് വായിക്കാം. The thief comes only to steal and kill and destroy. I have come that they may have life and have it to the full. എത്ര ഒരു ആമേൻ പറഞ്ഞ് വചനം സ്വീകരിക്കും. ആമേൻ. യേശു എന്തുകൊണ്ട് ഇവിടെ പറയുന്നത്? ഞാൻ വന്നത് നിനക്ക് ജീവൻ തരുവാനും സമൃദ്ധിയായി ജീവൻ തരുവാനാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാം ഇവിടെ ആയിരിക്കുന്നത് നമുക്കെല്ലാം ജീവനുണ്ടല്ലേ? നമുക്ക് ജീവൻ ഉണ്ടായാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്തായിരിക്കും അല്ലേ? വി ഓൾ ഹാവ് ലൈഫ്. യേശു എന്തുകൊണ്ട് ഇവിടെ പറയുന്നത്? ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ തരുവാനും സമൃദ്ധിയായി ജീവൻ തരുവാനാണ്. ഹല്ലേലൂയ. You know, how many of you enjoy your life? Amen. How many of you enjoy your life? നമുക്കറിയാം ഈ ജീവിതം കഴിഞ്ഞ് നമുക്കൊരു നിത്യതയുണ്ട് അല്ലേ? വി ഹാവ് എൻ ഇറ്റേണൽ ലൈഫ് അല്ലേ? പക്ഷേ ആ ഇറ്റേണൽ ലൈഫിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ നമുക്ക് ഇവിടെ ഒരു ജീവിതമുണ്ട് അല്ലേ? ഹല്ലേലൂയ. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ യേശുവിനെ സ്വീകരിച്ചു. വി ആർ വെരി ഹാപ്പി. നമുക്കൊരു ഇറ്റേണൽ പ്രത്യാശയുണ്ട് അല്ലേ? നമുക്കൊരു പ്രത്യാശയുണ്ട് ദാറ്റ് വി ഗോണ ബി വിത്ത് ജീസസ് ഫോർ എവർ. ആമേൻ. എന്നാൽ പലപ്പോഴും നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് വെറീസ് വരാറുണ്ട് അല്ലേ? നമുക്ക് ടെൻഷൻ വരാറുണ്ട്, നമുക്ക് പ്രയാസങ്ങൾ വരാറുണ്ട്. എത്രയേറെ ആരെങ്കിലും അങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ട്? ഈ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് അല്ലേ? നമുക്കെല്ലാം ഉണ്ട് അല്ലേ? ദൈവം യേശു എന്തുവാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ഹല്ലേലൂയ. നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. ഞാനത് വായിക്കാം. സോ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം ചില വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോകുന്നു. ഓക്കെ. Matthew chapter 6:25. Therefore I tell you, do not worry about your life, what you will eat or drink, or about your body, what you will wear.
Is not life more than food, and the body more than clothes? Look at the birds of the air, they do not sow or reap or store away in barns, and yet your heavenly Father feeds them. Are you not more valuable than they? ഞാൻ ചില വാക്യങ്ങൾ സ്കിപ്പ് ചെയ്ത് വേഴ്സ് 31. So do not worry, saying, what shall I eat, or what shall we drink, or what shall we wear? For the pagans run after these things, and your heavenly Father knows that you need them. But seek ye first his kingdom and his righteousness, and all these things will be given to you as well. Hallelujah. മറ്റൊരു രാമൻ പറഞ്ഞ വചനം സ്വീകരിക്കും. ആമേൻ. യേശു എന്തുകൊണ്ട് പറയുന്നത്, നമുക്കെല്ലാം ഈ ജീവിതത്തിൽ we have a lot of needs in this life, അല്ലേ? ആർക്കെങ്കിലും ആവശ്യങ്ങളുണ്ടോ? കാര്യങ്ങളൊന്നും കാണുന്നുണ്ട്. Come on. നമുക്കെല്ലാം ഈ ജീവിതത്തിൽ ആവശ്യങ്ങളുണ്ട്. We all have needs. ഈ ആവശ്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ, ഇതെല്ലാം ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? പ്രാധാന്യമുള്ളതാണ്. ചിലപ്പോൾ ചിലവരൊക്കെ പറയും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അല്ല, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? പണം ഇമ്പോർട്ടൻ്റ് ആണോ? ആണ് ആക്ച്വലി, അല്ലേ? ജോലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആരോഗ്യം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു വീട് വേണം, കാറ് വേണം. ഇതെല്ലാം നമ്മുടെ നീഡ്സ് ആണ്. ആൻഡ് ദേ ആർ ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ വചനം, ഇപ്പം നമ്മൾ വായിച്ച വചനം എന്താ പറയുന്നത്? യുവർ ഹെവൻലി ഫാദർ നോസ് ദാറ്റ് യു നീഡ് ദം. ഇതെല്ലാം നമ്മുടെ ആവശ്യങ്ങളാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് അറിയാം, അല്ലേ, നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതല്ലേ? ഇവിടെ എല്ലാം ഇരിക്കുന്ന മോസ്റ്റ് ഓഫ് മെനി ഓഫ് യുവർ പേരൻസ്, അല്ലേ, നിങ്ങളുടെ മക്കൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എന്തുവാ നിങ്ങൾ കരുതുവാൻ തുടങ്ങിയല്ലേ? സേവിങ്സ്, സാധനങ്ങൾ, തുണികൾ, കോട്ട്, ഇതെല്ലാം ഹല്ലേലൂയ നമ്മളെല്ലാം കരുതാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലെ പേരൻസ് നമ്മൾ അങ്ങനെ ചെയ്യുമെങ്കിൽ എത്രമാത്രം ഗോഡ് നോസ് അവർ നീഡ്സ്. ആമേൻ. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവമാണ്. ഇന്ന് രാത്രി ദൈവം നമ്മോട് പറയുന്ന എന്തോന്ന് അറിയുമോ? ഗോഡ് നോട്ട്സ് യുവർ നീഡ്സ്. വചനത്തിൽ പറയുന്ന പോലെ നിനക്ക് ജീവനും ഭക്തിക്കും ആവശ്യമുള്ള സകലവും, amen, God has given to you. Whatever you need in life and godliness, God has given to you. പക്ഷെ അതിലൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ? ദൈവം ഇവിടെ പറയുന്നു, you need to seek ye first his kingdom and his righteousness. എന്താണ് യേശു പറയുന്നത്? മുന്നമേ എൻ്റെ രാജ്യം നീതി നീ അന്വേഷിച്ചാൽ നിനക്ക് ഈ ലോകത്തിൽ, നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ള സകലവും ദൈവം തരും. എത്ര രാമൻ പറഞ്ഞത് സ്വീകരിക്കും. ആമേൻ. സോ ഇത് നമ്മുടെ ഒരു പ്രോമിസാണ്. അപ്പോൾ നമ്മൾ ജീവിതം തുടങ്ങിയപ്പോൾ നമുക്ക് ആദ്യം ഉൽപ്പത്തി 1 വചനം എടുക്കണ്ട. ഉൽപ്പത്തി 1 നമുക്കറിയാം ദൈവം എല്ലാം സൃഷ്ടിച്ചു, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു, ലോകം സൃഷ്ടിച്ചു. അവസാനം യേശു ആദാമിനെയും ഹവ്വനെയും സൃഷ്ടിച്ചു. ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം എന്തുവാണ് ആദ്യം ആദാമിനോട് പറഞ്ഞത്? ജീവൻ പ്രാപിച്ചു കണ്ണു തുറന്ന് ആദാം ആദ്യം കാണുന്നത്. Right? So when Adam opens his eyes, right, God breathes the spirit upon him, he becomes alive. The first thing Adam hears and sees, എന്താണ് കണ്ടെന്ന് അറിയാമോ? താൻ ദൈവത്തിൻ്റെ മുഖം കണ്ടു. Amen. മാത്രമല്ല താൻ എന്തുവാണ് കണ്ടത്? He saw God blessing him. വചനം പറയുന്നു ദൈവം ആദാമിനെ സൃഷ്ടിച്ചിട്ട് hallelujah breathed the spirit upon him, and the first thing he did, വചനം പറയുന്നു, and God blessed him. ദൈവം അവനെ അനുഗ്രഹിച്ചു. ആദാം കണ്ണു തുറന്ന് കാണുന്ന കാര്യം എന്തുവാണ്? എൻ്റെ പിതാവായ ദൈവം, എൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉള്ള ദൈവമായ പിതാവ്, he is blessing me. Hallelujah. ഇന്ന് രാത്രി നമുക്ക് ഒരു കാര്യം വിശ്വസിക്കണം. From the time we accepted Jesus, amen, from the time we began to follow Jesus, God is a God who has been blessing us. എത്ര പേര് ആമേൻ പറയും? Amen. നമ്മൾ ദൈവത്തെ പിൻപറ്റി ആ നിമിഷം മുതൽ, നമ്മൾ യേശുവിനെ സ്വീകരിച്ച ആ നിമിഷം മുതൽ, hallelujah, എപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ട്. Amen. So Adam began with the blessing. താൻ ജീവിതം തുടങ്ങിയത് തന്നെ എന്തുവാ? ദൈവത്തിൻ്റെ അനുഗ്രഹത്താലായിരുന്നു. Amen. He was full of the blessing. ഇന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. In our lives we need God's blessing. ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. അനുഗ്രഹം ഈ ജീവിതത്തിൽ, in this life of in the world. Amen. Eternal life നമ്മൾ ഒന്നിനെ കുറിച്ച് പറയണ്ട, അല്ലേ? നിത്യതയിൽ നമുക്ക് വെറി ചെയ്യാനൊന്നുമില്ല. കാരണം ദൈവം അവിടെ ഉണ്ട്, യേശുണ്ട്, എല്ലാവരും ഉണ്ട്, നമുക്ക് വെറി ചെയ്യാനൊന്നുമില്ല. പക്ഷേ ഈ ജീവിതത്തിൽ
നമുക്ക് ദൈവത്തിൻ്റെ കൃപ കൂടാതെ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടാതെ നമുക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ, ഹവ്വനെ സൃഷ്ടിച്ചപ്പോൾ, ആദ്യത്തെ കുടുംബത്തെ സൃഷ്ടിച്ചപ്പോൾ ദൈവം എന്തുവാണ് ചെയ്തത്? ആദ്യം ഹി റിലീസ്ഡ് എ ബ്ലെസ്സിങ് അപ്പോൺ ഹിം. ഇന്ന് രാത്രി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഈ ജീവിതയാത്രയിൽ there is something that we need every day, and that is the blessing of God. എത്ര ആമേൻ പറയും? ഹല്ലേലൂയ. വചനത്തിൽ പറയുന്നു, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, പക്ഷേ in Ephesians chapter 1 അതിൽ കാണുന്നു that God has blessed us with every spiritual blessing through Christ. ക്രിസ്തുവിലൂടെ ദൈവം നമ്മളെ എല്ലാ ആത്മീക അനുഗ്രഹങ്ങളാലും ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കണം. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് ബ്ലെസ്സിങ്? ക്രിസ്തുവിലൂടെ നമ്മൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ വാട്ട് ഈസ് ദ ഫസ്റ്റ് ബ്ലെസ്സിങ് ദറ്റ് കംസ് ഇൻ ടു അവർ ലൈഫ്സ്? ഇറ്റ് ഈസ് സ്പിരിച്വൽ ബ്ലെസ്സിങ്. ഇറ്റ് ഈസ് ഇറ്റേണൽ ലൈഫ്. ഇറ്റ് ഈസ് ലൈഫ് വിത്ത് ക്രൈസ്റ്റ്. അതാണ് ഹല്ലേലൂയ ബ്ലെസ്സിങ്സിൻ്റെ തുടക്കം. അനുഗ്രഹത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? ഈ ലോകത്തിൽ നിന്നല്ല. ഹല്ലേലൂയ. വേറെ ഒരു മതത്തിൽ നിന്നല്ല. The beginning of blessing is a person, that is Jesus Christ. Amen. അനുഗ്രഹത്തിൻ്റെ ആരംഭം എവിടെയാണ്? യേശുവാണ്. ഹല്ലേലൂയ. വചനം പറയുന്നു through him comes every spiritual blessing. അപ്പോൾ ഇത് തന്നെയാണ് യേശു പറയുന്നത്. നിനക്ക് മെറ്റീരിയൽ തിങ്സ് ആവശ്യമുണ്ട്. നമുക്കെല്ലാം മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ആവശ്യമുണ്ട്. നമ്മൾ നേരത്തെ കേട്ടതുപോലെ നമ്മൾ കൊച്ചിലെ മുതൽ എന്തോ കേൾക്കുന്നത് അല്ലേ? കൊച്ചിലെ മുതലേ കേൾക്കുന്ന നമ്മൾ പേരൻസ് എന്താ പറയും? നീ നല്ലപോലെ പഠിക്കണം അല്ലേ, നല്ല മാർക്ക് വാങ്ങിക്കണം, നല്ല ജോലി വാങ്ങിക്കണം, എന്തോ പിന്നെ നല്ല സാലറി കിട്ടും അല്ലേ. ഇത് ഓൾ ദീസ് ആർ എന്തോ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ്. ഇതും നമുക്ക് ജീവിതത്തിൽ ആവശ്യമുണ്ട്. പക്ഷേ യേശുവോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇഫ് യു സീക്ക് മൈ കിങ്ഡം ഫസ്റ്റ്. അപ്പോൾ യേശു പറയുന്നത് നമ്മുടെ പ്രയോറിറ്റീസ് നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മുടെ പ്രയോറിറ്റീസ്. സോ നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ, അനേക കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ ദൈവം പറയുന്നു, നീ വാട്ട് ഈസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി ഇൻ യുവർ ലൈഫ്? നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ തീരുമാനമാണ് വാട്ട് വിൽ ബി ദ ഫസ്റ്റ് പ്രയോറിറ്റി ഇൻ മൈ ലൈഫ്. എനിക്ക് വേണമെങ്കിൽ എൻ്റെ ജോലി ഫസ്റ്റ് പ്രയോറിറ്റി ആക്കാം, എൻ്റെ സാമ്പത്തികം ഫസ്റ്റ് പ്രയോറിറ്റി ആക്കാം, വേണമെങ്കിൽ എൻ്റെ ഹെൽത്ത് പ്രയോറിറ്റി ആക്കാം. നമ്മൾ വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കും, വാട്ട് എവർ ഈസ് യുവർ ഫസ്റ്റ് പ്രയോറിറ്റി ദാറ്റ് വിൽ ഡിറ്റർമിൻ ദ ഡയറക്ഷൻ ഓഫ് യുവർ ലൈഫ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ എന്തുവാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെക്കുന്നത്, അതായിരിക്കും നിൻ്റെ ജീവിതത്തിലെ ഡയറക്ഷൻ തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. പലർക്കും ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് മണി. ആമേൻ. അതാണ് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ബാക്കിയെല്ലാം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവരുടെ ജീവിതം ഒരു ഡയറക്ഷനിൽ പോകും. ചിലവരുടെ ബിഗസ്റ്റ് തിങ് എന്തോ അവരുടെ സ്റ്റേറ്റസ് അല്ലേ, അവരുടെ അഭിമാനം, അവരുടെ ഈഗോ, അതായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി. അവർ വേറൊരു ഡയറക്ഷനിൽ പോകും. ഹല്ലേലൂയ. പക്ഷെ ദൈവം എന്താണ് പറയുന്നത്? നീ ദൈവത്തെ, ഹല്ലേലൂയ, നീ ദൈവത്തെ ഫസ്റ്റ് പ്രയോറിറ്റി ആക്കുവാണെങ്കിൽ ദൈവം പറയുന്നു, ഹല്ലേലൂയ, ഒരു കണ്ണും കാണാത്ത വഴികളുടെ, ഒരു ചെവിയും കേൾക്കാത്ത വഴികളുടെ, ഒരു മനസ്സിലും ഉദിക്കാത്ത വഴികളുടെ, ഹല്ലേലൂയ, ദൈവം നിന്നെയും എന്നെയും നടത്തും. എത്ര രാമൻ പറയും? ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം പറയുന്ന, ഹല്ലേലൂയ, വി ക്യാൻ ചൂസ്. നമുക്കൊരു തീരുമാനമെടുക്കാം. വാട്ട് ഷുഡ് ബി ദ ഫസ്റ്റ് പ്രയോറിറ്റി ഇൻ മൈ ലൈഫ്? അത് പണമാകാം, എൻ്റെ ജോലിയാകാം, എൻ്റെ സ്റ്റേറ്റസ് ആകാം, ചിലപ്പോൾ ഈവൻ മിനിസ്ട്രി വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ആക്കാം. പക്ഷെ ദൈവം പറയുന്നു, ഇഫ് യു സീക്ക് മൈ കിങ്ഡം ഫസ്റ്റ്, നീ എന്നെ ഫസ്റ്റ് പ്രയോറിറ്റി ആക്കുവാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവം പറയുന്നു, ഇത് ഒരു മനുഷ്യനും കാണാത്ത, ഹല്ലേലൂയ, അത്ഭുത വഴികളിലൂടെ ദൈവം എന്നെയും നിന്നെയും നടത്തും. എത്ര രാമൻ പറഞ്ഞ് സ്വീകരിക്കും. ആമേൻ. സോ ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പ്ലാനുകളുണ്ട്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പ്ലാനുകളുണ്ട്. പലപ്പോഴും നമ്മുടെ പ്ലാനുകൾ ചെറുതാണ് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുഞ്ഞിലെ ഞാൻ കേട്ട രണ്ട് കാര്യം: നല്ലപോലെ പഠിക്കണം, മാർക്ക് കിട്ടണം, ജോലി കിട്ടണം. ഇതെല്ലാം കിട്ടിയിട്ട് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അതൊക്കെ കാരണം ചെറിയ പ്ലാനുകളാണ്. പക്ഷെ ദൈവം എന്തുവാണ് പറയുന്നത്? ഐ ഹാവ് ബിഗ് പ്ലാൻസ് ഫോർ യു. നമുക്ക് ഒരു വാക്യം വായിക്കാം. ജെറമയ chapter 29 verses 11. ജെറമയ 29:11. ഞാനത് വായിക്കാം. For I know the plans I have for you, declares the Lord, plans to prosper you and not to harm you, plans to give you hope and a future. Hallelujah. നമ്മൾ ഓരോരുത്തരും കൊച്ചിലെ മുതലേ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഹൃദയത്തിൽ ചില പ്ലാനുകൾ തന്നു കാണും അല്ലേ? നീ വളരുമ്പോൾ നീ ഇതാകണം,
അല്ലെങ്കിൽ നീ വളരെ പഠിച്ച് ഇത് ആ കോഴ്സ് നീ പഠിക്കണം അല്ലേ? നമ്മുടെ എല്ലാം ഉള്ളിൽ വി ഹാവ് പ്ലാൻസ് അല്ലെ, കുറച്ച് പ്ലാനുകളെല്ലാം ഉണ്ട്. നമ്മളെല്ലാം മിക്കവരും അഡൽട്ട്സ് ആണല്ലേ. സോ വി ഹാവ് സം പ്ലാൻ അബൌട്ട് അവർ ഫ്യൂച്ചർ അല്ലേ. എന്നാൽ ദൈവം എന്തുകൊണ്ട് പറയുന്നത്? ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പ്ലാനുകളുണ്ട്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പ്ലാനുകളുണ്ട്. ഞാനും കൊച്ചിലെ എന്തൊരു സഭയിൽ നല്ലൊരു പെന്തക്കോസ്ത് ചർച്ചിലാണ് ഞാനും വളർന്നത്. അപ്പോൾ എനിക്ക് കൊച്ചിലെ ഈ ദൈവഹിതം എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഗോഡ്സ് വിൽ, അയ്യോ ഭയങ്കര പേടി. എന്താണെന്നറിയാം പേടി? എനിക്ക് ഇഷ്ടമില്ലാത്ത എവിടെയെങ്കിലും ദൈവം എന്നെ വിടുമായിരിക്കും. സോ ഈ ദൈവഹിതം, ഗോഡ്സ് വിൽ അല്ലെങ്കിൽ ഗോഡ്സ് പ്ലാൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. അല്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? പക്ഷെ പിന്നീടാണ് ഞാൻ ഗോഡ്സ് പ്ലാൻ ഇസ് ദ ബെസ്റ്റ്. God's plan is the best. ദൈവത്തിൻ്റെ പ്ലാനെങ്കിൽ it is the best. Amen. ദൈവവചനം എന്തോ പറയുന്നത്? Amen. My thoughts are not your thoughts. എൻ്റെ വിചാരങ്ങളല്ല നിൻ്റെ വിചാരങ്ങൾ. My plans are not your plans. Hallelujah. Hallelujah. As far as the heavens are above the earth, so great are his thoughts. അപ്പോൾ നമുക്ക് നമ്മുടെ മാനുഷിക ജ്ഞാനം കൊണ്ട്, നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ട് നമുക്ക് ചില ഹ്യൂമൻ പ്ലാൻസ് ഉണ്ടാക്കാം അല്ലേ. നമുക്ക് മാനുഷികമായ നമ്മളെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച് ചില പ്ലാനുകൾ ഉണ്ടാക്കാം. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് എന്തെന്നറിയാമോ? നോ, ഐ ഹാവ് ഈവൻ ബെറ്റർ പ്ലാൻസ്. എനിക്ക് നിന്നെക്കുറിച്ച് നീ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും നല്ല മനോഹരമായ വലിയ പ്ലാനുകൾ എനിക്ക് നിന്നെക്കുറിച്ചുണ്ട്. Hallelujah. ദൈവം എന്തുവാണ് പറയുന്നത്? I have plans to prosper you. നിനക്ക് സമൃദ്ധി വരുത്തുവാൻ. Amen. ഈ സെയിം വേർഡ് നമ്മൾ നേരത്തെ വായിച്ചു. Jesus said, I came to give you life and life in abundance. Amen. പലർക്കും ദൈവത്തിന്, ഞാൻ ഇപ്പം പറഞ്ഞ പോലെ, ദൈവത്തിൻ്റെ പ്ലാനുകളെ കുറിച്ച് ഭയങ്കര പേടിയാണ്. അയ്യോ ദൈവം എനിക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്യാൻ പറയുമോ? ഇല്ല. ദൈവം എന്തുവാണ് പറയുന്നത്? I have plans to give you hope. പ്രത്യാശ തരുന്നൊരു ഭാവി. മാത്രമല്ല, ടു ഗിവ് യു എ ബ്ലെസ്സഡ് ഫ്യൂച്ചർ. നിനക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി തരുവാൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ട്. ആമേൻ. സോ ഈ ജീവിത യാത്രയിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്. എന്തുവെന്നറിയാമോ? നിന്നെ എപ്പോഴും സങ്കടപ്പെടുത്തുവാനല്ല. ഹല്ലേലൂയ. നിന്നെ എപ്പോഴും നിരാശപ്പെടുത്തുവാൻ ഇല്ല. ദൈവം ആദാമിനെ ആദ്യം അനുഗ്രഹിച്ചതുപോലെ, ദൈവം നോഹയെ വിളിച്ചപ്പം ആദ്യം എന്താണ്? അവനെ അനുഗ്രഹിച്ചു. ദൈവം അബ്രാമിനെ വിളിച്ചപ്പോൾ ആദ്യം എന്താണ് ചെയ്തേ? God blessed him. Amen. ഇന്ന് നമുക്ക് അവരെക്കാട്ടിലും we have more revelation of the spiritual blessing. Amen. പക്ഷേ അവരെല്ലാം അവരുടെ ക്രിസ്ത്യൻ ലൈഫ് അല്ലേ, ക്രിസ്ത്യൻ ലൈഫിൽ അവരുടെ their walk with God, അവർ തുടങ്ങിയത് this began with the blessing. ഇന്ന് രാത്രി ദൈവം ചിലരോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ നീ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ നീ വീർപ്പ് മുട്ടുന്നുണ്ടോ? ദൈവം പറയുന്നത് എന്താണെന്നറിയോ? I want to release my blessing into that area of your life. Hallelujah. നീ എവിടെയാണ് സ്ട്രഗിൾ ചെയ്യുന്നത്? നീ എവിടെയാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്? നീ എവിടെയാണ് സ്ട്രഗിൾ ചെയ്യുന്നത്? ദൈവം ഇന്ന് രാത്രി പറയുന്നു, I want to set you free. Hallelujah. I have come to deliver you. യേശു തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ എന്തുവാണ്? The spirit of the Lord is upon me. യഹോവയുടെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടി? ബദ്ധന്മാരെ വിടുവിക്കുവാൻ. ഇന്ന് രാത്രി ദൈവം പറയുന്നു, യേശു ഇന്ന് ഇവിടെയുണ്ട്. Hallelujah. To set some captives free. Hallelujah. To set some bound people free. Jesus is here. എത്ര രാമൻ പറഞ്ഞത് സ്വീകരിക്കും. ഹല്ലേലൂയ. യേശു വന്നത് നമുക്ക് ജീവൻ തരുവാനും സമർത്ഥമായ ജീവൻ തരുവാൻ, അബണ്ടൻസ് തരുവാനാണ്. ഹല്ലേലൂയ. വെറും ജീവൻ മാത്രമല്ല, ബട്ട് അബണ്ടൻസ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? വാട്ട്സ് ദ സ്പെഷ്യാലിറ്റി ഓഫ് അബണ്ടൻസ്? എനിക്കൊരു കാര്യം ഇച്ചിരി ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എനിക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കും അല്ലേ. ബട്ട് ഇഫ് ഐ ഹാവ് സംതിങ് ഇൻ അബണ്ടൻസ്, എനിക്കൊരു കാര്യം അധികമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാനത് വാരി വിതറും. ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഹല്ലേലൂയ, I have come to give you life and life in abundance. സമൃദ്ധിയായ ജീവിതം. അതിൻ്റെ അർത്ഥം എന്തുവാണ്? യേശുവിൻ്റെ ജീവൻ നിൻ്റെ ഉള്ളിൽ വരുമ്പോൾ, യേശുവിൻ്റെ ജീവൻ നിൻ്റെ ഉള്ളിൽ നിറയുമ്പോൾ, what will happen? It will overflow. It will over. അത് ദേശത്തിലേക്ക് ഒഴുകും, അത് നിൻ്റെ നെയ്ബേഴ്സിലേക്ക് ഒഴുകും. ഹല്ലേലൂയ. നിൻ്റെ കുടുംബത്തിലേക്ക് അത് ഒഴുകും. ഇന്ന് രാത്രി ദൈവം പറയുന്നു, നിന്നിലൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഇന്ന് രാത്രി നിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അത് നിനക്ക് വേണ്ടി മാത്രമല്ല, അത് നിന്നിൽ നിന്നും, ഹല്ലേലൂയ, ഇന്ന് രാത്രി ദൈവം പറയുന്നു, മറ്റുള്ളവർക്കും അത് ഒഴുകും. എത്ര രാമൻ പറഞ്ഞത് സ്വീകരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന ജീവൻ,
ദൈവം നമുക്ക് തരുന്ന നിത്യജീവൻ, ഹല്ലേലൂയ, ഇറ്റ് വിൽ ബി ഇൻ അബണ്ടൻസ്. അത് അധികമായിരിക്കും, അധികമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു വാക്യം വായിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നമുക്കെല്ലാം അറിയാവുന്ന ഒരു ഭാഗം, ജോൺ ചാപ്റ്റർ 4. അതൊന്ന് ചില വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോകുന്നത്. ജോൺ ചാപ്റ്റർ 4. നമുക്ക് ഇവിടെ സംഭവിക്കുന്ന, വി നോ ദ സ്റ്റോറി ഈസ് ഹാപ്പനിങ് ഹിയർ, അല്ലേ? ഒരിക്കലും യഹൂദന്മാർ പോകാത്തൊരു സ്ഥലമാണ് ഏത് സ്ഥലം? ശമരിയ, അല്ലേ? നമുക്കെല്ലാം അറിയാം. ദ ജൂയിഷ് പീപ്പിൾ വുഡ് നെവർ ഗോ ദർ. അപ്പോൾ അവർക്ക് 100 വർഷങ്ങളായിട്ട് തർക്കവുമുണ്ട്, കുറേ റിലീജിയസ് ഡിഫറൻസസ് ഉണ്ട്. യഹൂദന്മാരെ സംബന്ധിച്ച് ആരാണ് ശമരിയക്കാർ? അവരെക്കാളും താഴ്ന്ന വ്യക്തികളാണ്, ജാതിക്കാരാണ്. അപ്പോൾ ഒരു യഹൂദൻ ഒരിക്കലും താൻ ശമരയിൽ കാലുവെക്കത്തില്ല. ശമരയെ കടന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ അവരെന്തോ ചെയ്യും? അവർ കറങ്ങി പോകും. ശമര ഒരിക്കലും അവർ കയറത്തില്ല. പക്ഷെ നമുക്കറിയാം, ജീസസ് ഈസ് ഓൾവേസ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. യേശു ക്രിസ്തു എപ്പോഴും നമുക്കറിയാം, തൻ്റെ ശുശ്രൂഷ തുടങ്ങിയ മുതൽ തന്നെ ഹി വാസ് ലെഡ് ബൈ ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു യേശു. ഇതാ 100 കണക്കിന് വർഷങ്ങളായിട്ടും ഒരു യഹൂദൻ പോലും ചെയ്യാത്ത കാര്യം, ജീസസ് സ്റ്റെപ്സ് ഇൻ ടു സമേരിയ. ആരും കയറി ചെല്ലാത്ത സ്ഥലത്തേക്ക്, ആമേൻ, ഇൻ മെനി വേസ് എ ഡാർക്ക് പ്ലേസ്, ഇരുണ്ടിരിക്കുന്ന ആ ദേശത്തിലേക്ക് ഇതാ യേശു പോകുന്നു. ഹല്ലേലൂയ. വൈ ഈസ് ജീസസ് ഗോയിങ് ദേർ? അവിടെ വലിയ മീറ്റിംഗ് ഒന്നുമില്ല, അവിടെ വലിയൊരു കൂട്ടം, വലിയ കോൺഫറൻസോ വലിയ ക്രൂസൈഡ് ഒന്നുമില്ല. യേശു അവിടെ പോകുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി. ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഒരു വ്യക്തിക്ക് വേണ്ടി യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് വേണ്ടി. ആ വ്യക്തി നീയാണ്. ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് വേണ്ടി. നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നമ്മളെ പേര് ചൊല്ലി, നമ്മുടെ പേര് അറിയുന്ന ദൈവമാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് വേണ്ടി യേശു അവിടെ കടഞ്ഞു ചെന്ന്. നമുക്ക് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അല്ലേ? ഒരു സ്ത്രീ അവിടെ വന്നു, വെള്ളം കോരുവാൻ അവിടെ വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്ത്രീ എന്തിനാണ് വന്നത്? വെള്ളം കോരുവാൻ, അല്ലേ? ഇറ്റ് വാസ് എ നീഡ്, എ ഡെയിലി നീഡ്. നമുക്കെല്ലാം എന്തായിരിക്കും? നമുക്ക് വെള്ളം വേണം. അതൊന്ന് വായിക്കാം. 10ാം വാക്യം, ഓക്കെ, വേഴ്സ് 10. Amen. Amen. ഓക്കെ, 13ഉം 14ഉം വായിക്കാമോ? Amen, amen. Thank you, sister. Hallelujah. യേശു എന്നാണ് പറയുന്നത്, നീ ഈ വെള്ളത്തിൽ നിന്നും കുടിച്ചാൽ നീ പിന്നെയും ദാഹിക്കും. ആമേൻ, പിന്നെയും ദാഹിക്കും. നമ്മൾ ഈ ലോകത്തിൽ നിന്നും എന്തെങ്കിലും നേടുവാൻ നോക്കിയാൽ, ഹല്ലേലൂയ, നമ്മൾ നേരത്തെ കേട്ടല്ലോ അബൌട്ട് ബ്ലെസ്സിങ്സ്, ഇതെല്ലാം നമ്മുടെ നീഡ്സാണ്. കാറ് വേണം, വീട് വേണം, ഇതെല്ലാം. പക്ഷെ വചനം പറയുന്നത്, നീ ലോകത്തിൽ നിന്നും എന്തെങ്കിലും നേടിയാൽ ഇറ്റ് വിൽ നെവർ സാറ്റിസ്ഫൈ യു. നീ ഒരിക്കലും തൃപ്തിപ്പെടുത്തില്ല, നീ പിന്നെയും ദാഹിക്കും. നമ്മൾ ദൈവത്തെ മറന്ന് പണത്തിന് പുറകെ പോയാൽ, അല്ലെങ്കിൽ ദൈവത്തെ മറന്ന് ജോലിയുടെ പുറകെ പോയാൽ, നമ്മൾ എത്ര പണമുണ്ടാക്കിയാലും ജോലിയിൽ എത്ര പ്രൊമോഷൻ കിട്ടിയാലും ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആകത്തില്ല. യേശു എന്താണ് പറയുന്നത്? നീ ഈ നാച്ചുറൽ വാട്ടർ, നീ ഈ നാച്ചുറൽ സോഴ്സിൽ നിന്നും നീ കുടിച്ചാൽ നീ പിന്നെയും ദാഹിക്കും. പക്ഷേ യേശു എന്താണ് ഇവിടെ പറയുന്നത്? ഹല്ലേലൂയ, ഇഫ് യു ഡ്രിങ്ക് ഫ്രം മീ, ഹൂവർ ഡ്രിങ്ക്സ് ഫ്രം മീ, ഹല്ലേലൂയ, അത് നിന്നെ മാത്രം സാറ്റിസ്ഫൈ ചെയ്യത്തില്ല, മാത്രമല്ല അത് നിൻ്റെ ഉള്ളിൽ നിന്നും ജീവജല നദികൾ ഒഴുകും. ഇറ്റ് വിൽ ബിക്കം എ സ്പ്രിംഗ് ഓഫ് വാട്ടർ വെല്ലിങ് അപ്പ് ടു ഇറ്റേണൽ ലൈഫ്. ഇന്ന് രാത്രി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ പ്രയോറിറ്റീസ് നമ്മൾ നേരെയാക്കണം. ഹല്ലേലൂയ. ദൈവം ഇല്ലാതെ എന്തിൻ്റെ പുറകെ നമ്മൾ പോയാലും നമ്മൾ കറങ്ങത്തേ ഉള്ളൂ. ദൈവമില്ലാതെ എൻ്റെ പ്രയത്നത്തിനാൽ, ഹല്ലേലൂയ, ഞാൻ എന്ത് നേടിയാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷനും വരത്തില്ല. നമ്മൾ ഈ ലോകത്തിലുള്ളവരെ കാണാം, അല്ലേ? ദൈവമില്ലാത്തവനും പണമുണ്ട്, അല്ലേ? ദൈവമില്ലാത്തവനും വലിയ കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്യുന്നുണ്ട്, അല്ലേ? ദൈവമില്ലാതെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അല്ലേ? നമ്മൾ ജെനസിസ് 6 കാണുമല്ലേ? ദൈവമില്ലാത്തവരാണ് ഏറ്റവും വലിയ ടവർ പണിയാൻ നോക്കിയത്, അല്ലേ?
അപ്പം ദൈവമില്ലാതെ നമുക്ക് ചിലതൊക്കെ നേടാം. പക്ഷെ വചനം പറയുന്നു യു വിൽ നെവർ ബി സാറ്റിസ്ഫൈഡ്. പക്ഷെ യേശു പറയുന്നു നീ എന്നിൽ നിന്നും വരുന്ന അനുഗ്രഹങ്ങൾ അത് വേറെയാണ്. എന്നിൽ നിന്നും വരുന്ന നിത്യജീവൻ, എന്നിൽ നിന്നും വരുന്ന അനുഗ്രഹങ്ങൾ. നമ്മൾ നേരത്തെ കണ്ടതുപോലെ നീ മുന്നമേ എന്നെ രാജ്യവും നീതി നീ അന്വേഷിച്ചാൽ നിനക്ക് ആവശ്യമുള്ള അനുഗ്രഹങ്ങളും പുറകെ വരും. എന്നിൽ നിന്നും വരുന്ന അനുഗ്രഹങ്ങൾ ദാറ്റ് വിൽ സാറ്റിസ്ഫൈ യു. എത്രയൊരു പറയും എനിക്ക് ആ അനുഗ്രഹങ്ങൾ വേണം. ഐ വോണ്ട് ഗോഡ്ലി ബ്ലെസ്സിങ്സ്. ഇന്ന് രാത്രി ദൈവം പറയുന്നു ഹല്ലേലൂയ, നിനക്ക് ആവശ്യമുള്ള സകലവും ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ഷിഫ്റ്റ്, ഒരു ചെറിയ കാര്യം മാത്രം നീ ചേഞ്ച് ചെയ്യണം. എന്തെന്ന് പറയുമോ? ദൈവമായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി. ദൈവമായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി. ദൈവം പറയുന്നു ദൈവം നിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ആണെങ്കിൽ ഹല്ലേലൂയ, ദൈവം എന്തുവാണ് പറയുന്നത്? all your needs will be met. Amen. നിനക്ക് ആവശ്യമുള്ള സകലവും ഹല്ലേലൂയ ദൈവം നിനക്ക് വേണ്ടി തരും. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ അല്ലേ, അപ്പോൾ ആദ്യം ഇവർ ഈ സംഭാഷണം നടത്തി അല്ലേ, ഹല്ലേലൂയ. യേശു അടുത്തൊരു ലെവലിലേക്ക് ആ കോൺവെർസേഷൻ പോയി. ഇപ്പോൾ അവർ വെള്ളത്തെക്കുറിച്ച് പറഞ്ഞ ഒരു നാച്ചുറൽ തിങ് ആണല്ലേ, ഒരു സീൻ തിങ്. യേശുവിൻ്റെ കോൺവെർസേഷൻ അടുത്തൊരു ലെവലിലേക്ക് പോയി അല്ലേ. നമുക്കെല്ലാം വായിക്കണ്ട, നമുക്കെല്ലാം അറിയാമല്ലേ. യേശു എന്താന്ന് പറഞ്ഞ് നീ പോയി ഭർത്താവിനെ വിളിച്ചോണ്ടോ അല്ലേ. ഹല്ലേലൂയ. പുറമേ നോക്കിയാൽ ഈ സ്ത്രീക്ക് എല്ലാം ഉണ്ട് അല്ലേ, ചിലപ്പോൾ നല്ല വസ്ത്രം കാണാം, എല്ലാം ഉണ്ട്. പക്ഷേ യേശു അടുത്ത ലെവലിലേക്ക് കയറി. യേശു ഒരു പ്രൊഫറ്റിക് ലെവലിലേക്ക് കയറി. താൻ സ്പിരിച്വലൈസ് തൻ്റെ ആത്മീക കണ്ണുകളോടെ ഈ സ്ത്രീയെ നോക്കിയപ്പോൾ, പുറമേ നോക്കുമ്പോൾ ഈ സ്ത്രീക്ക് എല്ലാം ഉണ്ട്. പക്ഷെ ആദ്യമേ നോക്കുമ്പോൾ യേശുവിനറിയാം 5 ഭർത്താക്കന്മാരുണ്ട്, 6 ഭർത്താക്കന്മാരുണ്ട്. പക്ഷെ ഇവളുടെ ജീവിതം ശൂന്യമാണ്. ഇവളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ബിക്കോസ് ഷീ വാസ് സെർച്ചിങ് ഫോർ ലവ് അല്ലേ. ഒരു വ്യക്തി എന്തിനായിരിക്കണം 5 പ്രാവശ്യം കല്യാണം കഴിക്കുന്നത്? ഷീ ഈസ് സെർച്ചിങ് ഫോർ ലവ് അല്ലേ. സ്നേഹത്തിന് വേണ്ടിയാണ് നോർമലി സ്ത്രീകൾ ഒരു വിവാഹത്തിൽ ആഗ്രഹിക്കുന്നത്. 5 പ്രാവശ്യം കിട്ടി, 6ാമത്തെ ആളിൻ്റെ കൂടെയാണ്. എന്നാലും തൻ്റെ ജീവിതത്തിൽ ഒരു ശൂന്യതയുണ്ട്. പലപ്പോഴും നമ്മൾ നാച്ചുറലി വ്യക്തികളെ നോക്കുമ്പോൾ അവരുടെ ഉള്ളിലെ എംപ്റ്റിനെസ് നമുക്ക് കാണുവാൻ കഴിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ ഐസ് തുറക്കും. ഹല്ലേലൂയ. നീ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരുടെ ജീവിതത്തിലെ ശൂന്യത നിനക്ക് കാണുവാൻ കഴിയും. അവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ, അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നിനക്ക് കാണുവാൻ തുടങ്ങും. എപ്പോഴാണെന്നറിയാം? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമ്പോൾ. എത്രയൊരു പറയും കർത്താവ് എൻ്റെ ആത്മീക കണ്ണുകളും തുറക്കണമേ, എൻ്റെ ആത്മീക കണ്ണുകളും തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആത്മീക കണ്ണുകൾ തുറക്കുമ്പോഴാണ് നമുക്ക് ചുറ്റുമുള്ള നീഡ് അറിയുന്നില്ലേ. പലപ്പോഴും നമ്മൾ ടി വിയിലും മീഡിയയിലെല്ലാം വലിയ ആൾക്കാരെ കാണണമല്ലോ, സെലിബ്രിറ്റീസ് ആരെങ്കിലും നല്ല വസ്ത്രവും വലിയ കാറും വീടുമുള്ള നമ്മൾ വിചാരിക്കും ഇവരൊക്കെ വലിയ ആൾക്കാരെ. പക്ഷേ നീ സ്പിരിച്വലൈസ് തുറന്ന് നോക്കിയാൽ പലപ്പോഴും നമുക്ക് കാണാം അവർ പോകുന്ന പ്രശ്നങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എന്തുവാണ് ഈ സ്ത്രീയോട് പറയുന്നത്? ഗോ ആൻഡ് കോൾ യുവർ ഹസ്ബൻഡ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പോൾ യേശുവിന് ഓൾറെഡി അറിയാമല്ലേ, യേശു കാര്യങ്ങൾ അറിയാം. 5 ഭർത്താവുണ്ട്, 6ാമത്തെ ആളുടെ കൂടെയാണെന്ന് യേശു പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ത്രീയെ താഴ്ത്തുവാനല്ല, ഈ സ്ത്രീയെ ഇൻസൾട്ട് ചെയ്യുവാനല്ല. കാരണം പുതിയ നിയമത്തിൽ നമുക്കറിയാം ദൈവം ഹീസ് എ ഗോഡ് ഓഫ് ലവ്. നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവാണ്. ഈ സ്ത്രീയെ ഒരിക്കലും ഇൻസൾട്ട് ചെയ്യാൻ പറഞ്ഞില്ല. പക്ഷേ യേശു പ്രൊഫറ്റിക്കലി ഇത് പറഞ്ഞു. എന്തെന്നറിയുമോ? സോ ദാറ്റ് ഷീ വിൽ നോ ദാറ്റ് ഐ നോ യുവർ പ്രോബ്ലം. എനിക്ക് നിൻ്റെ പ്രയാസം അറിയാം. ഇന്ന് രാത്രി നമ്മളെല്ലാം നല്ല വസ്ത്രം ധരിച്ച് നമ്മളെല്ലാം മാന്യമായി ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളും നമ്മുടെ ജീവിതവും കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് അത് അറിയാവുന്ന ഒരു ദൈവം ഇന്നിവിടെയുണ്ട്. നമ്മളത് വിശ്വസിക്കണം. ഹല്ലേലൂയ. എന്നെ അറിയാവുന്ന ഒരു ദൈവം, എൻ്റെ പ്രശ്നത്തെ അറിയുന്ന ദൈവം. ഹല്ലേലൂയ. എൻ്റെ ലാക്കിന്, എൻ്റെ ഡിപ്രഷന്, എൻ്റെ ലോൺലിനെസ്സിന്, എൻ്റെ പ്രയാസങ്ങൾ ഹല്ലേലൂയ അറിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഹല്ലേലൂയ. ഇത് ഇവളെ ബോധ്യപ്പെടുത്താനാണ് യേശു പറഞ്ഞത്. You have 5 husbands and the one with you right now is not your husband. അപ്പോൾ യേശു പറയുന്നത് എന്തോന്ന് അറിയുമോ? Woman, you have been searching for love in all the wrong places. You have been searching for love. You have been searching for acceptance and no man was able to give you. ഇല്ലേ? 5 പ്രാവശ്യം കല്യാണം കഴിച്ചു. ഞാൻ ഇന്ന് ഈ മീറ്റിംഗ് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് ന്യൂസ് കണ്ടു.
അമേരിക്കയിലുള്ള ഭയങ്കര ഒരു ബില്യനെയർ അല്ലേ, ഭയങ്കര ഒരു ബില്യനെയർ 5ാമത്തെ പ്രാവശ്യം കല്യാണം കഴിച്ചു. പുള്ളിക്ക് 93 വയസ്സുണ്ട്, 93 ഇയേഴ്സ്. 5ാമത്തെ പ്രാവശ്യം കല്യാണം കഴിച്ചു. ഇപ്പം ഇവരെന്ത് വാട്ട് ആർ ദേ സെർച്ചിങ്? അല്ലേ, പണമുണ്ടല്ലേ, പ്രോബ്ലി സെർച്ചിങ് ഫോർ ലവ്, പ്രോബ്ലി സെർച്ചിങ് ഫോർ അക്സെപ്റ്റൻസ്. ഹല്ലേലൂയ. പക്ഷെ ദൈവം പറയുന്നു, നീ അത് മനുഷ്യനിൽ നിന്നും പ്രതീക്ഷിച്ചാൽ നീ നിരാശപ്പെട്ടു. പക്ഷെ ദൈവം പറയുന്നു, if you drink from me living waters, hallelujah, you will be satisfied. But not only that, ആ ജീവജലം നിന്റെ ഉള്ളിൽ നിന്നും അത് മറ്റുള്ളവരെ സ്പർശിക്കും. hallelujah. എത്ര പേര് പറയും, കർത്താവേ എനിക്ക് ആ ജീവജല നദികൾ വേണം, എനിക്ക് യേശുവിൽ നിന്നൊന്ന് ഒന്ന് പാനം ചെയ്യണം. I want the living waters, I want the life that comes through Christ. അപ്പോൾ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയത്തില്ല. മറിച്ചോ യേശുവിന് സാന്നിധ്യത്തിന് മാത്രമേ എനിക്കൊരു ട്രൂ സാറ്റിസ്ഫാക്ഷൻ തരത്തുള്ളൂ. നമ്മൾ ഈ ലോകത്തിൽ എന്ത് നേടിയാലും, ഹല്ലേലൂയ, എന്ത് നേടിയാലും യേശുവില്ലാതെ ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ വരത്തില്ല. അപ്പോൾ യേശു, പരിശുദ്ധാത്മാനാൽ നയിക്കപ്പെട്ട യേശു ഈ പട്ടണത്തിലേക്ക് കയറി ഒരു സ്ത്രീയെ തൊടുവാൻ, അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ. ഇന്ന് രാത്രി ദൈവം പറയുന്നു, പരിശുദ്ധാത്മാവ് ഇന്ന് ഇവിടെ ഉണ്ട്. എന്തിനു വേണ്ടി? നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഇന്നിവിടെയുണ്ട്. ഹല്ലേലൂയ. നമുക്ക് എങ്ങനെ അറിയാം ഈ സ്ത്രീയുടെ ജീവിതം ട്രാൻസ്ഫോം ആയെന്ന് എങ്ങനെ അറിയാം? കാരണം ആ നിമിഷം അവളുടെ ജാറ് അവിടെ വെച്ചിട്ട് ഓടി, പട്ടണത്തിലെല്ലാം പോയി, ഞാൻ മെഷിയയെ കണ്ടു, ഐ സോ ദ സേവിയർ. മാത്രമല്ല, അവൻ എന്നെ അറിയുന്ന ദൈവമാണ്. ഹീ സെഡ്, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു, എന്നെ നാറ്റിക്കാനല്ല, പക്ഷെ എന്നെ അറിയുന്ന ദൈവമാണ്. ഹീ ഈസ് എ ഗാഡ് ഹു നോസ്. ഇന്ന് രാത്രി നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ഗോഡ് ഈസ് എ ഗാഡ് ഹു നോസ് യു. നിൻ്റെ അവസ്ഥ അറിയുന്ന ദൈവമാണ്. നമ്മുടെ ശൂന്യതകൾ, നമ്മൾ എവിടെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നു, അതെല്ലാം അറിയാവുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. ഈ സ്ത്രീ പോയി എല്ലായിടത്തും യേശുവിനെ കുറിച്ച് സാക്ഷീകരിച്ചു. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ എഫക്റ്റ് കണ്ടോ? പലപ്പോഴും എനിക്കും വലിയ മീറ്റിങ്ങുകൾ ഇഷ്ടമാണ്, നല്ല ആളുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ്. ഹല്ലേലൂയ. പക്ഷെ പലപ്പോഴും ദൈവം ചിലപ്പോൾ നിന്നെ ഒരു വ്യക്തിയെ തൊടുവാൻ ഗോഡ് മൈറ്റ് സെൻഡ് യു, ഒരു വ്യക്തിയെ. കാരണം ആ വ്യക്തിയെ നീ തൊട്ടാൽ ആ വ്യക്തി ചിലപ്പോൾ ആ രാജ്യത്തെ തൊടും, ആ ഒരു വ്യക്തി ആ ദേശത്തെ തൊടും. ഹല്ലേലൂയ. അപ്പോൾ ഒരിക്കലും ദൈവം ഒരു വ്യക്തിയെ ഒരു ഭവനത്തിൽ പോകാൻ നിൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോകണം. ഹല്ലേലൂയ. നമുക്ക് ഫിലിപ്പോസിൻ്റെ കഥ അറിയാമല്ലോ. ഫിലിപ്പോസ് ഇതേ ശമരിയയിൽ പിന്നീട് യേശു സ്വർഗത്തിൽ പോയ ശേഷം ഫിലിപ്പോസ് പിന്നെയും ഇതേ പട്ടണത്തിൽ വന്നവിടെ വലിയ റിവൈവൽ, വലിയ മീറ്റിങ്ങുകൾ നടന്നല്ലേ, വലിയ പുരുഷാരം അവിടെ വന്നു, രോഗികൾ സൗഖ്യമായി, ഭൂതം ബാധിച്ചവരെല്ലാം they were set free. ഹല്ലേലൂയ. അടുത്ത നിമിഷം എന്താണ്, പരിശുദ്ധാത്മാവ് അവനെ ഒരു നിർജ്ജന പ്രദേശത്തേക്ക് പോയി. ഫിലിപ്പോസ് വണ്ടടിച്ചാണ്, ഞാൻ എന്തിനാ ഇത്രയും നല്ല ക്രൂസഡ്, ഇത്രയും നല്ല ക്രൗഡ്, ദാണ്ട് ആരും ഇല്ലാത്തൊരു സ്ഥലം. പക്ഷെ അപ്പോൾ ആ വഴിയിലൂടെ വളരെ സിഗ്നിഫിക്കൻ്റായ ഒരു വ്യക്തി, നമുക്ക് ഷണ്ണൻ എന്നാണ് നോർമലി പറയുന്നത്, പക്ഷേ ആക്ച്വലി താൻ ഇത്യോപ്യൻ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. ഇത്യോപ്യൻ കിങ്ഡത്തിലെ ഫൈനാൻസ് വലിയ പദവിയുള്ള വ്യക്തിയായിരുന്നു. താൻ അവിടെ രക്ഷിക്കപ്പെട്ടു, താൻ സ്നാനപ്പെട്ടു. ചരിത്രം പറയുന്നത് താൻ ഇത്യോപ്യയിൽ പോയി അത് ഫുൾ നേഷനെ ക്രിസ്ത്യനാക്കി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം പറയുന്നു, നിന്നെ മാത്രമല്ല ദൈവം ഇന്നും തൊടാൻ പോകുന്നത്, നിന്നിലൂടെ ഇന്ന് മുതൽ മറ്റുള്ള ദൈവം തൊടാൻ പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ പ്രാപിച്ച ജീവൻ, നിന്നെ സ്പർശിച്ച പരിശുദ്ധാത്മാവ് നിന്നിലൂടെ, ഹല്ലേലൂയ, നിന്നിലൂടെ മറ്റുള്ളവരെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് തുടങ്ങാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, തൊടുവാൻ ഹീസ് ഗോണ ടച്ച്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എപ്പോഴും, ഹല്ലേലൂയ, ദൈവത്തെ ഫസ്റ്റ് പ്രയോറിറ്റി ആക്കി. നമുക്ക് ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിക്കാം, ഒരു മിനിറ്റ്. കർത്താവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, കർത്താവേ, help me to make you the first priority in my life. Hallelujah. Help me to make you, Lord, the first priority in my life. Hallelujah. ഇന്ന് രാത്രി ദൈവം പറയുന്നു, കർത്താവേ, ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നീ അയക്കണമേ. എൻ്റെ ഉള്ളിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നീ അയക്കണമേ. ഹല്ലേലൂയ. എന്നാൽ ആ ട്രാൻസ്ഫോർമേഷൻ നടക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ ചില റീഅലൈൻമെൻറ്റ്സ് എൻ്റെ ജീവിതത്തിൽ നടക്കണം.
നമുക്ക് നമ്മുടെ ജീവിതം ഒന്ന് നോക്കാം. കർത്താവേ, ദൈവം തന്നെയാണോ ശരിക്കും പൂർണ്ണമായും ദൈവമാണോ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി? ദൈവമാണോ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി? ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം പറയുന്നത്, ഇഫ് ഗോഡ് ഈസ് യുവർ ഫസ്റ്റ് പ്രയോറിറ്റി, ബാക്കി എല്ലാം align now. If God is your first priority, every other area of your life will be aligned. Hallelujah, hallelujah. In the name of Jesus, hallelujah, hallelujah.